ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കേരള സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ PSC ട്രെൻഡ് അനുസരിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് മന്ത്രിമാരും വകുപ്പുകളും. ഒന്നാമത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആളുടെ ഭരണ വകുപ്പുകളാണ് പൊതുഭരണം, ആസൂത്രണം, സാമ്പത്തിക കാര്യങ്ങൾ, ആഭ്യന്തരം, വിജിലൻസ്, IT, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ്, എയർപോർട്ടുകൾ, മെട്രോ, റെയിൽവേ, അതുപോലെ തന്നെ പ്രവാസി കാര്യങ്ങൾ. ഇതിലൊന്നും പെടാത്ത മറ്റു മന്ത്രിവകുപ്പുകളിൽ ഒന്നും പെടാത്ത മറ്റു വകുപ്പുകൾ. ഇത്തരമാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നത്. രണ്ടാമത്തേന് KN ബാലഗോപാൽ. അദ്ദേഹം ധനമന്ത്രിയാണ്. ധനകാര്യം, GST, ട്രഷറികൾ, ലോട്ടറികൾ, സ്റ്റേറ്റ് ഓഡിറ്റ്, നാഷണൽ സേവിങ്സ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഇതെല്ലാം ധനമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന വകുപ്പുകളാണ്. മൂന്നാമത്തെയാണ് വ്യവസായ മന്ത്രി. ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P രാജീവാണ്. വ്യവസായ മന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്നതാണ് നിയമം, നിയമവ്യവസ്ഥകൾ, വാണിജ്യം, ഖനനം, ഭൂവിജ്ഞാനം, കൈത്തറി, വസ്ത്രം, കയർ, കശുവണ്ടി തുടങ്ങിയ ചെറുകിട വാണിജ്യം. ഇത്രയാണ് വ്യവസായ മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ. നാലാമത്തെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. ഇതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മുതലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമവികസനം, എക്സൈസ്, പാർലമെന്റ് കാര്യങ്ങൾ മുതലായവ. അടുത്ത വകുപ്പ് വിദ്യാർത്ഥികളായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് V ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, ഫാക്ടറീസ് മുതലായവ. വിദ്യാഭ്യാസ മന്ത്രിക്ക് ചേർന്ന് കിടക്കുന്ന ഒരു വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ഇതിനകത്ത് വരുന്ന വകുപ്പുകൾ ടെക്നിക്കൽ വിദ്യാഭ്യാസം, സർവകലാശാലകൾ, സാമൂഹ്യ നീതി, NCC മുതലായവ. അടുത്തതാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഥവാ ടൂറിസം മന്ത്രി. ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. PWDയും ടൂറിസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വകുപ്പ്. അടുത്തതാണ് ആരോഗ്യമന്ത്രി. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. ആരോഗ്യമന്ത്രിയെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസം, ആയുഷ്, വനിതാ ശിശുവികസന വകുപ്പ്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ വകുപ്പുകളും പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചോദിക്കുക ആരോഗ്യമന്ത്രി എന്നായിരിക്കില്ല, ശിശുവികസന വകുപ്പ് മന്ത്രി ആരാന്നായിരിക്കും. നെക്സ്റ്റ് ആണ് ദേവസ്വം മന്ത്രി. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി CVN വാസവൻ ആണ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന വകുപ്പുകളാണ് സഹകരണ വകുപ്പ്, തുറമുഖങ്ങൾ, ദേവസ്വങ്ങൾ. അടുത്തത് റവന്യൂ മന്ത്രി. ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി K രാജനാണ്. റവന്യൂ മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് റവന്യൂ, ഭൂമി പരിഷ്കരണം, സർവേ, ലാൻഡ് റെക്കോർഡിങ്സ്, ഭവന നിർമ്മാണം. നെക്സ്റ്റ് റോഷി അഗസ്റ്റിൻ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് കീഴിൽ വരുന്ന വകുപ്പുകളാണ് ജലസേചനം, ഭൂഗർഭജലം, കുടിവെള്ള വിതരണവും ശുചിത്വവും. അടുത്തതാണ് വൈദ്യുതി മന്ത്രി. ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ്. നമ്മൾ നേരത്തെ ഒരു കുട്ടി പഠിച്ചിട്ടുണ്ടായില്ല, ശിവൻകുട്ടി, അത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതും ഇതും തമ്മിൽ തെറ്റരുത്. ഇപ്പോഴത്തെ കൃഷി മന്ത്രിയാണ് P പ്രസാദ്. കൃഷി വകുപ്പിന് കീഴിൽ വരുന്നതാണ് കൃഷി, മണ്ണ് സംരക്ഷണം, കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് തുടങ്ങിയവ. നെക്സ്റ്റ് ശ്രീമതി ചിഞ്ചു റാണി. ശ്രീമതി ചിഞ്ചു റാണിയാണ് കറണ്ടിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഥവാ ക്ഷീരവികസന മന്ത്രി. ഈ വകുപ്പിന് കീഴിൽ മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്ക് പുറമെ വെറ്റിനറി സർവകലാശാലകൾ, മൃഗശാലകൾ തുടങ്ങിയവയും വരുന്നു. ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രിയാണ് AK ശശീന്ദ്രൻ. വനം വകുപ്പിന് കീഴിൽ വരുന്ന വകുപ്പുകളാണ് വനം, വന്യജീവി സംരക്ഷണം. അടുത്തതാണ് ഫിഷറീസ് മന്ത്രി അഥവാ യുവജനകാര്യ മന്ത്രി. ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ഇദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് മത്സ്യബന്ധനം, സംസ്കാരം, യുവജനകാര്യങ്ങൾ, ഹാർബർ എഞ്ചിനീയറിംഗ്. ഇനി വരുന്നതാണ് പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രി OR കേളു ആണ് ഇപ്പോഴത്തെ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രി. SC ST പോലുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമമാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് പണ്ടത്തെക്കാലം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഗതാഗത മന്ത്രിയാണ്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം തുടങ്ങിയവ ഗതാഗത മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ്. അടുത്ത വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. ഇപ്പോഴത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് GR അനിൽ.
ഇദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ് ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈ, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി. അവസാനത്തെ സ്പോർട്സ് വകുപ്പ്. ഇന്ന് മൊത്തം 20 മന്ത്രിമാരും അതുപോലെ തന്നെ അവരുടെ വകുപ്പുകളാണ് പഠിച്ചത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഇപ്പോഴത്തെ സ്പോർട്സ് മന്ത്രി വി അബ്ദുൾ റഹ്മാനാണ്. ഇദ്ദേഹത്തിന് കീഴിൽ വരുന്നതാണ് കായികം, ഹജ്ജ് തീർത്ഥാടനം, അതുപോലെ തന്നെ സംസ്ഥാനതല റെയിൽവേ, തപാൽ തുടങ്ങിയവ.